പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിക്കായി വികസന സെമിനാറും കേരളോത്സവ വിജയികൾക്ക് ട്രോഫി വിതരണവും നടത്തി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിക്കായി വികസന സെമിനാറും ബ്ലോക്ക് കേരളോത്സവ വിജയികൾക്ക് ട്രോഫി വിതരണവും നടത്തി. പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. പുതിയ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കാർഷിക യൂണിവേഴ്സിറ്റിയുമൊക്കെയായി സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ 1-2 മീറ്റിങ്ങുകളിൽ നമ്മൾ അത് സ്ഥായിയായി സുസ്ഥിരമായി ഇവിടെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാർ വിതരണം ചെയ്യുന്ന വിത്തുകളുടെ ഭാഗമാക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറൊക്കെ വലിയ പിന്തുണ ആ ഒരു സംവിധാനത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് 10 ഏക്കറയാണ് ഇപ്പൊ നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് 10 ഏക്കറിൽ കൂടുതൽ നമ്മുടെ പാടശേഖരങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിത്തും ഏറ്റവും ഗുണനിലവാരമുള്ള വിത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. നിലവിലുള്ള മികച്ച പദ്ധതികൾ തുടരണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് മാതൃകാ പദ്ധതികൾ തുടരുന്നതിനും നവീനവും അനുകരണീയവുമായ പദ്ധതി നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും ബ്ലോക്ക് ഗ്രാമസഭയിൽ നിന്നും ലഭിച്ചതും പരിഗണിച്ചാണ് കരട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും പ്രസിഡന്റ് അറിയിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാമദാസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിസ്രിയ സൈഫുദ്ദീൻ, ബിനിഷ മുസ്തഫ, കെ വി ഷഹീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർ കെ സി ശിഹാബ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനിസ, ബ്ലോക്ക് മെമ്പർമാരായ പി അജയൻ, പി റംഷാദ്, വി വി കരുണാകരൻ, റീസ പ്രകാശ്, ആശാലത, ജമീല മനാഫ്, പി നൂറുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ബ്ലോക്ക് കേരളോത്സവ വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനിച്ചു. Sky Gold, Elegance of Beauty, near AV School, Kuttikad, Ponnani. Also at Perindalmanna and Nilambur.